അടിപൊളി വ്യൂ. ആദ്യം തുടങ്ങിയായിരുന്നു, അത് പിന്നെ പൂട്ടിപ്പോയി. ഇപ്പൊ നോക്കണില്ല. ഐഫോൺ എടുക്കാൻ പോയി. ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സോ. അപ്പോൾ നമുക്കൊരു ബ്രാൻഡുകൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം. എനിക്ക് വന്ന 1-2 ബ്രാൻഡ് ഈസിയസ് ആയിട്ട് കിട്ടുന്ന കുറച്ച് ബ്രാൻഡുണ്ട്. ഞാൻ ആ ബ്രാൻഡ് ഞാൻ അയച്ചുതരാം. പ്രൈസ് കുറച്ച് ടീഷർട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്ന കാവിൻ്റെ ഏരിയ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കിളികളുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടാൽ. ഇതിൻ്റെ ഉള്ളിലൊരു കാവുണ്ട് കേട്ടോ. ആ വലിയൊരു മരം നിൽക്കുന്നുണ്ട് ആ സെൻറ്ററിൽ. അവിടെ ഒരു കാവുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കിളികളുണ്ട്. ഞാൻ നിൽക്കുന്നതിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഈ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലൊരു മഴയും ഇടിയും വെട്ടിയതാണ്. അപ്പോൾ അതിനകത്തുള്ള കറണ്ടും പോയി. അപ്പോൾ സ്കൂട്ടി ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ബൈക്ക് എടുത്ത് ഇറങ്ങേണ്ടി വന്നു. കുഴപ്പമില്ല, പോയി നോക്കാം. അമ്പലവയൽ വലിയ സ്റ്റാളുകളൊന്നും ഇല്ലെങ്കിൽ ചെറിയ സ്റ്റാളൊക്കെ ഇട്ടിട്ട് പൂക്കളുടെ സെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്പലവയലിൽ നിന്ന് ഒറ്റയ്ക്ക് പോകണ വഴിക്ക് ഒരു ഫോറസ്റ്റ് റൂട്ട് പോലത്തെ ഒരു സെറ്റപ്പ് റോഡുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ് പോകണ വഴിക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന റോഡില്ലേ, ഇതിലാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ വ്യൂസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ഛാ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഒരു മലയാടിവാര സെറ്റപ്പൊക്കെ ആയിട്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഭയങ്കര രസമാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങിയായിരുന്നു, അത് പിന്നെ പൂട്ടിപ്പോയി. ഇപ്പോൾ ഒന്നും ഓപ്പണില്ല. അത് ഓപ്പണിങ് ഉണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ കയറിയാണ്. അതുകൊണ്ട് ഈ റൈറ്റ് സൈഡ് കാണും. ബത്തേരി ടൗൺ എത്തുന്നതിന് മുന്നേ 2 പൂമരം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ്ടോ നല്ല എന്ത് ഭംഗിയായിട്ട് പൂത്തുകളൊക്കെ. ഒരു മരം നിറച്ചുണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇപ്പോൾ കാര്യമായിട്ട് ഫുഡ് അടി ഒന്നുമില്ല. ചായവാലയിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കോഫി ഷോപ്പ് കേട്ടോ. ഇവിടുന്ന് ഒരു കോഫിയും കഴിക്കാം. കൂട്ടത്തിൽ എന്താ കഴിക്കാനുള്ളത് നോക്കട്ടെ. മക്കളുടെ സെയിൽ ചെയ്യുന്നുണ്ട്. ടൗണ് മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ പോവാ. കാരണം കെട്ടിയൊക്കെ നോക്കി. ഒരു ഐഫോൺ എടുക്കാൻ പോയി. എനിക്കല്ല, അബീത്തിന് ഫോൺ എടുത്തോട്ടോ. ഇഷ്ടാങ്കിൽ ഓവർഫ്ലോ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു പോകണമെന്ന് അറിയുന്നില്ല. അപ്പം അത് മേടിക്കാൻ വേണ്ടി ബീനാച്ചി വന്ന പോണ വഴിക്ക് അതും കൂടി മേടിച്ചിട്ടാണ് പോണേ. ഇതാണ് പറയുന്ന കുന്തളിപ്പ്. മര്യാദയ്ക്ക് ഷോപ്പിൽ വന്നാൽ മഴയുള്ളതാണ്. നേരെ ഇറങ്ങി ഇതാ മഴയും തുടങ്ങി. ഇതാ പെയ്യുന്നു. ഫോട്ടോ എടുത്തിട്ടില്ല, നനയന്നല്ല, വേറെ വഴിയൊന്നുമില്ല. കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു. കൂട്ടിട്ടില്ല, പാൻറ്റ് കംപ്ലീറ്റ് നനഞ്ഞ്. ഞാൻ ആ സൈഡിൽ ഇടുന്ന കൂട്ടും നനഞ്ഞു. നോക്കിയിട്ട് കാര്യമില്ല, മഴ നനയാനേ ചെയ്യും. എന്താ വെച്ചാൽ ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് സ്കൂട്ടി ചാർജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ജിമ്മിൽ പോകുമ്പോഴും ബൈക്ക് എടുത്ത് കൊണ്ടി വരും. സ്കൂട്ടി ഇപ്പോൾ വൈകുന്നേരം വന്നിട്ട് ചാർജ് ഇട്ട. അപ്പോൾ അതൊരു വിഷയമാണ്. പിന്നെ ഞാനിന്ന് തംബ്നെയിൽ എന്നൊക്കെ പറയുന്നത്, അത് ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ചെറിയ ത്രെഡായിരിക്കും. അതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും ഒരു ചെറിയ ത്രെഡ് ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ തംബ്നെയിൽ ഇടുന്നത്. അപ്പോൾ എനിക്ക് 1-2 പേര് എന്നോട് ചോദിച്ച്, അതെന്താടാ അത് ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ് അല്ലല്ലോ വരുന്നത് നിൻ്റെ അടുത്ത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. വേറെ ആരുമില്ല, ഫോളോവേഴ്സ് ആയിട്ടാണ് വന്നല്ലേ. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് 2 പേര് എന്നോട് ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അല്ലാതെ മറ്റേ ബാക്കിയുള്ളവർ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ആയിട്ടില്ല. അത്ര സെറ്റപ്പിലൊന്നും ഞാൻ ആയിട്ടില്ല. അപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ ആ വീഡിയോൻ്റെ ഉള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു ത്രെഡ് അതിൻ്റെ ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ ഞാൻ അതങ്ങ് തംബ്നെയിലായിട്ട് ഇടുന്നു എന്നുള്ളൂ. ആ കണ്ടൻറ് ഉണ്ടാവും, അതെവിടെയെങ്കിലും ആ ഒരു തംബ്നെയിൽ ക്യാപ്ഷൻ അതിൻ്റെ വീഡിയോൻ്റെ ഉള്ളിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അങ്ങനെ ഞാനത് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അവിടെ സിറ്റ് ഔട്ടിലിരുന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവും. അപ്പോൾ നമുക്കൊരു ചലിപ്പ്. കുഴപ്പമൊന്നുമില്ല, കണ്ടൻറ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ നോക്കുമ്പോൾ അവർ നോക്കി നമ്മളൊരു ചിരി ഇരിക്കുമ്പോൾ നമുക്കൊരു ഇത് ചമ്മൽ വരെയൊക്കെ വരും. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് കിട്ടൂല, ഫ്ലോ കിട്ടൂല. ഇവിടെ എൻ്റെ മുഖത്തുണ്ടല്ലോ, ഇവിടെ ഒരു കുരുവൊക്കെ ഉണ്ടല്ലേ, ഇതേപോലെ കുറച്ച് കുരു ഉണ്ടായിട്ട് ഞാൻ ബത്തേരി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് അവർ 2-3 സെറ്റ് മരുന്നും തന്നു. അതും കുടിച്ചു. ക്രീം തന്നിരുന്നു. ക്രീമും തേച്ച് ഏറെക്കുറെ മുഖക്കുരു കുറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ മുഖം പീൽ ചെയ്യുന്നു, ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോണ പോലെയായി. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ചുമക്കുന്ന പോലെയായി. മുഖം ആ ക്രീം തേക്കാതെ ഡ്രൈനെസ് പോവില്ല. അതേപോലെ ഇതിൽ എൻ്റെ നോർമൽ അങ്ങനെ സ്കിൻ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി കുരു മാറുന്നില്ല, ഭയങ്കര ചൊറിച്ചിലൊക്കെ പോലെ വന്നപ്പോൾ കൊണ്ടേ കാണിച്ചാൽ. ഈ രണ്ടാമത് വന്ന് ഈ ചുമക്കലും ഈ തൊലിഹൊളിയിലും കാണിക്കാൻ വേണ്ടി അടുത്ത സെറ്റ് പോയി. അതിനൊരു 3500 രൂപ. ആദ്യത്തേനൊരു 3000 രൂപ. പൈസ പൊട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊരു സർക്കിളായിട്ട് ഇങ്ങനെ പൈസ പൊടുങ്ങുന്ന ഒരു പരിപാടി പോലെ എനിക്ക് തോന്നുന്നത്.
എൻ്റെ മോനെ ഇതൊക്കെ നാച്ചുറലി എന്തെങ്കിലും സംഭവം അത് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു മെഡിസിൻ വാങ്ങി കഴിഞ്ഞാൽ എന്തായാലും അടുത്ത മെഡിസിനുള്ള അവരവിടെ നിന്ന് ഒപ്പിച്ച് തരും. അത് ചെയ്യാതെ വേറെ വഴി ഉണ്ടാവില്ല. പെട്ടതാ. വർക്കൗട്ടിൽ കട്ടിങ് ചെയ്യാനാവുന്നതിന് വേണ്ടിയിട്ട് ബൾക്കിംഗ് ഉണ്ട്. ബൾക്കിംഗ് ടൈമിൽ കഴിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കാര്യങ്ങൾ കഴിച്ച് കുറച്ച് കഴിച്ചാൽ സ്വാഭാവികമായിട്ട് അത് കൂടി കഴിച്ചു പോയി. പിന്നെ കട്ടിങ്ങിലേക്ക് വരാൻ വേണ്ടി നല്ല ടൈം എടുക്കും. പിന്നെ അങ്ങനെ ഷുഗർ കഴിച്ച് ഓയിൽ കഴിച്ച് അതിൽ നല്ലൊരു പണി കിട്ടി. അതിനകത്താണ് കുറച്ച് തടി വെച്ചത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആ ഒരു ടൈമിൽ ഷുഗർ കയറിയതാണോ നന്നാക്കി ഒന്ന് കുരു വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ജിമ്മിൽ നോർമൽ പോകുന്ന സമയത്ത് ഇതൊന്നും വിഷയമില്ല. കണ്ടിന്യൂ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ബോഡി നന്നാക്കി സെറ്റ് ആവുന്നുണ്ട്, ഈ അടഞ്ഞ പോർസൊക്കെ തുറന്നൊരു ക്ലീൻ ആവുന്നുണ്ട്, മോൻ ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത്ര കുരു ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത് കട്ടിങ് തുടങ്ങി, ജിം പോകാൻ തുടങ്ങി, ഓട്ടോമാറ്റിക്കായിട്ട് കുരു കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്രീംസൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്തു. അപ്പോൾ ശരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ വരുന്നതാണ്. പോയി പണി വാങ്ങുകയാണ്. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ഒരു 3-4 ട്രിപ്പ് നടത്തിക്കും. നോക്കിയിട്ടല്ല, അതുകൊണ്ട് കണ്ടിന്യൂ ജിമ്മിൽ പോവാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഷുഗറൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കട്ടിങ് പിടിച്ച് നോക്കാം. ഈ കണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങിയിട്ട് കൊളാബുകൾ കാര്യങ്ങളൊന്നും വരാത്തവർക്ക് ഉള്ളൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ബ്രാൻഡുകൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം. ഈ നോർമലി പീനട്ട് ബട്ടർ അങ്ങനത്തെ കുറേ ബ്രാൻഡുകളുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അത് ബാർട്ടർ കൊളാബാണ് കിട്ടുക കേട്ടോ. ബാർട്ടർ കൊളാബ് എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് നമുക്ക് അയച്ചു തരും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു 2 വീഡിയോ ചെയ്യേണ്ടി വരും, ഒരു 3-4 സ്റ്റോറി ഇടേണ്ടി വരും, അവരെ പേജിൽ നിന്ന് കൊളാബ് ചെയ്യേണ്ടി വരും. ഇത്രയുള്ള ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. 1 kg ഐറ്റംസോ അല്ലെങ്കിൽ 3-4 സെറ്റ് സാധനങ്ങളൊക്കെ കിട്ടും. ഞാനങ്ങനെ ഈ ജിമ്മിൻ്റെ വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു ജിമ്മിൻ്റെ പേജിൽ. അപ്പോൾ അതിനകത്ത് എനിക്ക് എന്തൊക്കെയാണ് പീനട്ട് ബട്ടർ കിട്ടിയിട്ടുണ്ട്, ക്രിയാറ്റിൻ കിട്ടിയിട്ടുണ്ട്, GNCൻ്റെ ഒക്കെ ക്രിയാറ്റിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ബാർട്ടർ കൊളാബായിട്ട് കിട്ടിയിരിക്കുന്ന സാധനം. പിന്നെന്ന് വെച്ചാൽ കമ്മീഷൻ വേണം ചെയ്യാം. അതിനകത്ത് അവരൊരു കോഡ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ ആ കോഡ് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് സാധനം മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടും, ശേഷം നമുക്ക് കമ്മീഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഏർണിങ്സ് കിട്ടും. അത് നമുക്ക് കറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യും. അത് നമ്മൾ റെഡീം ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനത്തെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെന്നുള്ളവരൊന്ന് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ, പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ 1-2 ബ്രാൻഡുകൾ, എനിക്ക് വന്ന 1-2 ബ്രാൻഡ് ഈസിയസ് ആയിട്ട് കിട്ടുന്ന കുറച്ച് ബ്രാൻഡുകൾ ഞാൻ ആ ബ്രാൻഡ് ഞാൻ അയച്ചു തരാം. അപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ പേജൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കൊളാബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പേജ് റീച്ചാവും. പിന്നെ നമുക്ക് ഭാവിയിൽ കുറച്ച് കൊളാബ് സ്റ്റാർട്ടിങ് ടീംസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കൊളാബ് കിട്ടാനൊക്കെ, പുതിയ ബ്രാൻഡുകളുടെ കൊളാബ് കിട്ടാനൊക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ ഓരോരോ വീഡിയോസായിട്ട് ഓരോന്ന് ചെയ്തുതരാം. ഒന്ന് കൊളാബിൻ്റെ കാര്യങ്ങളും, പിന്നെ നമുക്ക് പ്രൈസ് കുറച്ച് ടീഷർട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ കാര്യങ്ങളും ഞാനിങ്ങനെ പോകെ അടുത്തടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ പറച്ചിൽ നടക്കില്ല, എഡിറ്റിങ് നടക്കില്ല. അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി നാളെ കാണാം. ബാക്കി നോക്കട്ടെ, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. മഴ വരുന്നുണ്ട്, അടുത്ത മഴ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നോക്കി എന്നിട്ട് കാര്യമില്ല. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇന്നത്തെ തന്നെ അപ്ലോഡ് പോകാൻ പറ്റുമോ നോക്കട്ടെ, അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകണം. അടുത്ത മഴ പെയ്തു നോക്കിയിട്ടല്ല. അപ്പോൾ നാളെ കാണാം. ബൈ.